Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ഗ്ലോബൽ മലയാളി അസോസിയേഷൻ കേരള ചാപ്റ്റർ കിടപ്പ് രോഗികൾക്ക് കേക്കുകൾ വിതരണം ചെയ്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ റോജി എം ജോൺ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലോകത്തെമ്പാടുമുള്ള മലയാളി സുഹൃത്തുക്കളെയൊക്കെ ചേർത്ത് നിർത്തുകയും ഒത്തിരി സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാടിനു വേണ്ടി നടത്താനായിട്ട് താല്പര്യമെടുക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. എന്തായാലും ക്രിസ്മസിനോടനുബന്ധിച്ച് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് തയ്യാറായതിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇവിടെ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾ എന്ന് പറയുന്നത് തീരെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകളും അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് ഇവിടെ എത്തിയ അസോസിയേഷൻ്റെ മുഴുവൻ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. അസോസിയേഷൻ ചെയർമാൻ പോൾ പറോക്കാരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ ചെറുതും വലുതുമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന രീതിയാണ് അസോസിയേഷൻ തുടർന്നു വരുന്നത്. ചടങ്ങിൽ കൺവീനർ PI നാദിർ ഷാ ആമുഖ പ്രഭാഷണവും മുനിസിപ്പൽ കൗൺസിലർ റീത്ത പോൾ മുഖ്യപ്രഭാഷണവും നടത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും ഈ അസോസിയേഷൻ പ്രാധാന്യം നൽകുന്നത്. അത് ചികിത്സ സഹായങ്ങൾ കൊടുക്കുക, അതല്ലെങ്കിൽ ഭവന നിർമ്മാണത്തിനുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ വലിയ തോതിൽ ഒന്നും ചെയ്ത് പേരെടുക്കുവാനോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഖ്യാതിക്കോ വേണ്ടി ഒന്നും തന്നെ നടത്തുന്ന ഒരു സംഘടനയല്ല. അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം, ഇപ്പോൾ അറിയാം, ഡിസംബർ ക്രിസ്മസിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമ്മാനം എന്ന നിലയിൽ എല്ലാവർക്കും നമ്മൾ ഇവിടെ കിടക്കുന്ന എല്ലാ രോഗികൾക്കും നമ്മൾ കേക്ക് നൽകുക എന്നുള്ള ഒരു സദുദ്യമമാണ്. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ J. ഇളന്തട്ട്, ഫിനിസോ തങ്കച്ചൻ, ജോസ് പറമ്പി, നൈജോ പൈനാടത്ത്, R. രാമചന്ദ്രൻ, സാജു A. നൈ, ജോണി ചിറക്കൽ, ജോസ് വാപ്പാലശ്ശേരി എന്നിവർ സംസാരിച്ചു. ടിൻഡോ മാത്യു, ജോബി ജോസ്, ഷിജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി.